ഹലോ, ഇതെന്താ പരിപാടി എന്നറിയാമോ? ഇന്നൊരു എല്ലും കപ്പയും വേവിക്കാൻ പോവുകയാണേ. അതിന് നമ്മൾ ഒരു 6 കിലോ എല്ലാണ് എടുത്തേക്കുന്നത്. നമുക്കൊരാൾക്ക് കൊടുത്തു വിടാനായിട്ടാണേ. അപ്പോൾ 6 കിലോ എല്ലെടുത്ത് അതിന് വേണ്ട സാധനങ്ങളെല്ലാം ചേർത്ത് ഒരു ശകലം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉപ്പും അതിൻ്റെ മസാലക്കൂട്ടും ഗരം മസാലയും എല്ലാം കൂടെ ചേർത്ത് നമ്മളിങ്ങനെ ഇളക്കിയെടുക്കുന്ന പരുവാണിത് കേട്ടോ. കഴുകിയൊക്കെ എടുക്കാൻ പോകണമെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് വരും. അതുകൊണ്ട് ഷോർട്ടായിട്ട് ഇടേണ്ടവർക്കാണ് ഇങ്ങനെ അതൊന്നും എടുക്കാതെ ഇങ്ങനെ തന്നെ എടുത്തത്. അപ്പം നമ്മളിന്നത് വിറകടുപ്പയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വിറകടുപ്പയിൽ ഇത്രയും സാധനം നമ്മൾ ആദ്യമായിട്ടാണ് വിറകടുപ്പയിൽ നമ്മൾ ചെയ്യുന്നത്. മറ്റേ നമ്മൾ കുക്കറിൽ 2 പ്രാവശ്യം അടിച്ചിട്ട് സെറ്റ് ചെയ്യുമായിരുന്നു പതിവ്. അപ്പോഴത്തേന് നമ്മുടെ വിറകടുപ്പയിൽ ഈ എല്ലിങ്ങനെ കറി നല്ല സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ കരിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. അതൊന്നും വരാതെ നമ്മൾ കൂട്ടത്തിൽ നിന്ന് ഒരു 3 മണിക്കൂർ നല്ല അടിപൊളി തീയിലും ചിരട്ടയൊക്കെ ഒഴിച്ച് ഞങ്ങൾ സെറ്റാക്കി എടുത്ത് എല്ലുകറിയാണിത്. എല്ലുകറിയായിട്ട് കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു. നല്ല നെയ്യും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് നമ്മുടെ എല്ല് പാകമായി വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത കപ്പയിലോട്ട് പോകണം. നമ്മുടെ കപ്പയെല്ലാം ഇനി അടുത്ത വെയിറ്റിങ്ങിലാണ്. നമ്മളൊരു 7 കിലോ കപ്പയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 7 കിലോ കപ്പ നമ്മളെല്ലാം കൊത്തി ശരിയാക്കി നമ്മൾ കലത്തിലാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതും നമ്മൾ കലത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. കാരണം ഇത്രയും സാധനം ഉള്ളതുകൊണ്ട് ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേന് ഒരുപാട് വരും. അതുകൊണ്ട് നമ്മുടെ കലത്തിലും ഇങ്ങനെ കപ്പ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെയും ഇളക്കുന്ന പരിപാടിയാണ്. നന്നായിട്ട് പാടുപെട്ടു ഞങ്ങളിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമ്മുടെ എല്ലെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. കപ്പയൊക്കെ ഇങ്ങനെ വെന്ത് സെറ്റായി ഞങ്ങൾ ഊറ്റിയെല്ലാം ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ എല്ലും കപ്പയും ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് അരപ്പെല്ലാം ഇട്ട് നമ്മൾ വറുത്തിട്ടാണ് അരപ്പൊക്കെ ഇട്ടത്. ആ മണ്ടയ്ക്ക് വെളുത്ത് കാണുന്ന കുറച്ച് തേങ്ങയും കൂടെ വാരി ഇട്ടതാണ് കേട്ടോ, ഒന്ന് പച്ചയ്ക്ക് കടിക്കട്ടല്ലോ എന്ന് ഓർത്തിട്ട്. അങ്ങനെ ഞങ്ങളുടെ എല്ലും കപ്പയും ഞങ്ങൾ ഇളക്കുകയാണ് ഗൈസ്. നല്ല അടിപൊളി ടേസ്റ്റിലൊരു എല്ലും കപ്പയും ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കി 2 പായ്ക്ക് ചെയ്ത് ഞങ്ങൾ ഫ്രീസറിൽ വെച്ചേക്കാണ്. ഞങ്ങളുടെ ജോക്കുട്ടന് കൊടുത്തു വിടാനായിട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര ഉണ്ടാക്കിയത്. അപ്പം അടിപൊളി ഒരു എല്ലും കപ്പയായിരുന്നു. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ പോയി കഴിക്കല്ലേ, ഹോട്ടലിലൊക്കെ, അതുമാതിരി ഒരു എല്ലും കപ്പയും ഞങ്ങൾ സെറ്റ് ചെയ്തു. ഇത് ഞങ്ങളിങ്ങനെ ഇളക്കുന്ന ഭാഗം കേട്ടോ. കണ്ടോ എന്നെ രസമെന്നൊക്കെ. രസം തന്നെയല്ലോ കേട്ടോ, കഴിക്കാൻ അതിലും ടേസ്റ്റായിരുന്നു. നല്ല നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് അടിയിൽ നിന്നിങ്ങനെ ഇളക്ക് കയറി വരുന്നതേ ഉള്ളൂ. അതെല്ലാം നല്ല ഇങ്ങനെ ഞങ്ങൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു നമ്മുടെ പാത്രമൊക്കെ മാറി ഞങ്ങൾ വലിയ അണ്ടാവൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളിങ്ങനെ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം ടാറ്റാ ബൈ ബൈ.